ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ആൻഡ് ക്രാഫ്റ്റ്. ഐ ആം ഐശ്വര്യ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലാസ് പെൻ ട്യൂട്ടോറിയലാണ്. ഗ്ലാസ് പെൻ യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാം, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താ നോക്കിയാലോ, ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് വേണം. ഇതാണ് എൻ്റെ ഗ്ലാസ് പെയിൻറ്റ് എന്ന് പറയുന്നത്. ഫെവിക്രിക്കിൻ്റെ ഗ്ലാസ് പെയിൻ്റ് ആണ്. പിന്നെ 10 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിൽ 10 ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വാട്ടർ ബേസ്ഡ് ആണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ഷോർട്ടായിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ. അത് ഇതിൻ്റെ കൂടെ തന്നെ ഔട്ട്ലൈനർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് മേടിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ അത് മേടിക്കാം. വൈറ്റ് ഉണ്ട്, കുറേ കളറുണ്ട്. ബ്ലാക്ക് ആണ്. 10 കളറാണുള്ളത്. 6 കളറിൻ്റെ ഉണ്ട്, കുറേ കളേഴ്സിൻ്റെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 100 രൂപയാണ്. ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. ഗ്ലാസ് യൂസ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഗ്ലാസിൻ്റെ മേലെ വരയ്ക്കാം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഷീറ്റ് മേടിക്കാൻ കിട്ടും. HP ഷീറ്റ് എന്നാണ് ഇതിനെ പറയുക. അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്, ഗ്ലാസ് പെയിൻറ്റ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഷീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ്. അത്ര അങ്ങനെ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ട്രേസിങ് പേപ്പർ കൂടി കിട്ടും. ഇങ്ങനെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് ഉണ്ടോ. ഇതിൻ്റെ ട്രേസിങ് പേപ്പറും കൂടി കിട്ടും. ഇതിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഷീറ്റിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഈ പിക്ചറോട്ട് ഞാൻ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ എടുക്കാം. നിങ്ങളുടെ ബിഗിനർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈസി പിക്ചർ എടുക്കാവുന്നതാണ്. ഞാനത് ഗൂഗിളിൽ പോയിട്ട് എടുത്ത് വരച്ചതാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പിക്ചറിൻ്റെ മേലെ വേണം നമ്മൾ ഈ ഷീറ്റ് വെക്കാനായിട്ട്. എന്നിട്ടാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു ട്രേസിങ് പേപ്പർ കിട്ടുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ടാലും വരയ്ക്കാവുന്നതാണ്. പിന്നെ ഇത് ഔട്ട്ലൈനറാണ്. ഔട്ട്ലൈനർ ഉള്ളിൽ വേറൊരു മുടിയും കൂടി കിട്ടും കേട്ടോ. അത് വേണം നമ്മളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഉള്ള മുടി മാറ്റി കൊടുക്കണം, എന്നാലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. നിങ്ങൾ സൂക്ഷിച്ച് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ CD മാർക്കർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ എന്താ പറയുക, ഒരു ഔട്ട്ലൈനർ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഡയറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, പിന്നെ അത് വരച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൂക്ഷിച്ച് വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ഇത് യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബ്രൗൺ കളറൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ കുറേ എയർ ബബിൾസ് കാണും. അപ്പോൾ നമ്മൾ വല്ല മുട്ടുസൂചിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി കളയണം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ കുറേ ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ കുറേ എയർ ബബിൾസ് ഉണ്ട്. നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ആകെ വൃത്തികേടാവും. എന്നാൽ പിക്ചർ അത്ര ഭംഗിയായിട്ട് തോന്നില്ല കേട്ടോ. അങ്ങനെയുണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കുക. ഇത് ലീഫിന് കളർ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ബ്ലൂ കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഗ്രീനാണ്. ഇതുപോലെ കുറേ ചെയ്യുന്നുണ്ട്. ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ, യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലൊക്കെയാണ് ലീഫ് ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് വെച്ചിട്ട് തന്നെ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഫ്ലവറിനൊന്ന് മിക്സ് ചെയ്ത് കളർ ചെയ്യുന്നുണ്ട്. ഒരു പിങ്ക് യെല്ലോ കോമ്പിനേഷനിലാണ് കളർ ചെയ്യുന്നത് കേട്ടോ. വേറെ കളർ മിക്സ് ചെയ്യാൻ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. ഈ ഫ്ലവറിന് ഒരു പിങ്ക് ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ്. ഇതും മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ടോ മിക്സ് ചെയ്യാണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊക്കെ ഇത് കൊടുത്തു എന്നേ ഉള്ളൂ. ഫൈനലി ഞാനത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാവട്ടെ. വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി, ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല ഭംഗിയിൽ കിട്ടും. ഇങ്ങനെയുണ്ട്. ഇഷ്ടമായോ? ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഫോട്ടോ എടുത്താൽ കേട്ടോ. ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടില്ലേ, ഇങ്ങനെയുണ്ട് വീഡിയോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേരിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് നിൽക്കുക. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.